അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ അടുത്ത് ബെഡിൽ വന്നിരുന്ന കർണനെ കണ്ട് അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. എന്തു പറ്റി രാധേ? എന്തിനാ നീ കരയുന്നത്? ആ ദീപ നിന്നെ വല്ലതും പറഞ്ഞോ? ഏയ് ഇല്ല കർണേട്ടാ. പിന്നെന്തിനാ നീ കരയുന്നത്? ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ലാതെ വെറുതെയാണോ കരയുന്നത്? മദ്യത്തിന്റെ ഗന്ധം മനമടുപ്പിച്ചപ്പോൾ പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു. ഓ സോറി. വാ പൊത്തിക്കൊണ്ട് പെട്ടെന്ന് അവൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വേണ്ട. അത് പറഞ്ഞിട്ട് കർണൻ റൂമിന് പുറത്തേക്ക് പോകാൻ പോയപ്പോൾ രാധ, കർണേട്ടാ, എൻ്റെ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കർണേട്ടനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കുമോ? അതിന് കർണൻ മറുപടിയൊന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്നൊന്നും കർണേട്ടന്റെ ഈ കുടി നിർത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്ന് കുറച്ചുകൂടെ? ഇവിടെ ഇരുന്നുള്ള കുടിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ കർണേട്ടാ? എന്താഗ്രഹത്തോടെയാണ് ഞാൻ ആ പ്രസാദം കർണേട്ടന്റെ നെറ്റിയിൽ തൊടാനായി വന്നതെന്നറിയോ? എന്നിട്ട് അത് കേട്ട് കർണൻ ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് പോയി. ഓ, എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാതിരുന്നാ പിന്നെ കഴിഞ്ഞല്ലോ എല്ലാം. ഡ്രസ്സ് മാറി അവൾ താഴേക്ക് ചെല്ലുമ്പോൾ ദീപയും അഞ്ജുവും കുട്ടികളെയൊക്കെ ഒരുക്കുകയായിരുന്നു. എവിടേക്കോ പോകുകയാണെന്ന് തോന്നുന്നു. എവിടേക്കാണെന്ന് എങ്ങനെ അവരോട് ചോദിക്കാം? അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ തുളസി ചേച്ചി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചേച്ചി ഇതെവിടെ പോണു? അത് പിന്നെ എല്ലാവരും ചെമ്പകമനയിലേക്ക് പോകുമല്ലേ, അതുകൊണ്ട് എന്നോട് വീട്ടിലേക്ക് പൊയ്ക്കോളാൻ മീനാക്ഷിയമ്മ പറഞ്ഞു. അമ്മയും പോണോ? ആ, എല്ലാവരും പോകുന്നെന്നാണല്ലോ മീനാക്ഷിയമ്മ പറഞ്ഞത്. എന്നിട്ട് അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ രാധേ, സമയമാകുമ്പോൾ പറഞ്ഞാലും മതിയല്ലോ നിന്നോട്. അവറ്റകളോട് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ കുട്ടികളെ ഒരുക്കി അവരും കൂടി ഒരുങ്ങിയിറങ്ങുമ്പോൾ നേരം വൈകും. രാധയുടെ ചോദ്യം കേട്ടുകൊണ്ട് വന്ന മീനാക്ഷിയമ്മ പറഞ്ഞു. ഞാനെന്നും ചെമ്പകമനയിൽ പോയി മടങ്ങി വരുമ്പോൾ കുട്ടികൾ എന്നും പറയും ഞങ്ങളും അച്ചമ്മയുടെ കൂടെ വരുന്നു എന്ന്. ഇന്നാവുമ്പോൾ അവർക്ക് പഠിത്തമില്ലല്ലോ. എങ്കിൽ ഞാൻ പോയി ഒരുങ്ങട്ടെ അമ്മേ. അതിന് നീയൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട അമ്മേ. അത് പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചിട്ട് വന്നാ മതി. തുളസി, ചെമ്പകമനയിലേക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ രാധമോൾക്ക് അവിടേക്ക് പോകാൻ നല്ല ഉത്സാഹമാ. രാധ റൂമിലേക്ക് എത്തിയപ്പോൾ കർണൻ പുറത്തേക്ക് പോകാനായി ഒരുങ്ങുകയായിരുന്നു. ദൂരെ മാറി അവനെ നോക്കി നിന്നുകൊണ്ട് രാധ, ഓ, അണിഞ്ഞൊരുങ്ങുന്ന കണ്ടാ തോന്നും എന്തോ വലിയ ഉദ്യോഗത്തിന് പോകാനായിരിക്കുമെന്ന്. കവലയിൽ നിന്ന് വായി നോക്കാനെന്ന് ആരെങ്കിലും പറയോ? അവനെ തന്നെ നോക്കി നിൽക്കുന്ന രാധയോട് കർണൻ, എന്താ നോക്കുന്നത്? അച്ചമ്മയ്ക്ക് എത്ര ദിവസമായി സുഖമില്ലാതെ ഇരിക്കുന്നു. ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവയാ. കർണേട്ടൻ കൂടി അച്ചമ്മയെ കാണാൻ ചെമ്പകമനയിലേക്ക് വരുവോ? മറുപടി പറയാതെ കർണൻ കണ്ണാടി നോക്കി മുടി ചീകിക്കൊണ്ട് നിന്നു. അവന്റെ പിന്നിലൂടെ വന്നു നിന്ന് കണ്ണാടിയിലേക്ക് നോക്കി അവനോട്, വരില്ലേ കർണേട്ടാ? അവളുടെ കെഞ്ചിയുള്ള ചോദ്യം കേട്ടിട്ട് അവന് ഒന്നും പറയാൻ തോന്നിയില്ല. സാധാരണ ചെമ്പകമനയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞാൽ അപ്പോ അവൻ ദേഷ്യപ്പെടും. നിഷ്കളങ്കമായി അവനെ തന്നെ നോക്കി നിൽക്കുന്ന രാധയോട്, ഞാൻ ചെമ്പകമനയിലേക്ക് പോകാറില്ലെന്ന് നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം? എൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കാനാണോ? അപ്പോ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കർണേട്ടൻ ചെമ്പകമനയിലേക്ക് കയറില്ലേ? ആ, അത് അപ്പോ ആലോചിക്കാം. അത് പറഞ്ഞ് കർണൻ ചീപ്പെടുത്ത് ബെഡിലേക്കിട്ട് റൂമിന് പുറത്തേക്കിറങ്ങി. കർണേട്ടാ. എന്താ? തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഉച്ചയ്ക്ക് വരുമോ? ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, പിന്നെന്തിനാ വരുന്നേ? കർണേട്ടൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഞാൻ അപ്പോഴേക്കും ഇങ്ങെത്താം. വേണ്ട. അത് പറഞ്ഞ് കർണൻ പുറത്തേക്കിറങ്ങി. വഴിയിൽ വെച്ച് ഗോപിയേട്ടനെ കണ്ട് അവൻ വണ്ടി നിർത്തി. ഗോപിയേട്ടൻ ഇതെവിടേക്കാ? ആ, രാധയെ കണ്ടിട്ട് 2 ദിവസം ആയില്ലേ. ഞാൻ അങ്ങോട്ടേക്ക് പോകുകയാ. അല്ല കർണ, നിന്റെ നെറ്റിയിൽ ഇതെന്ത് പറ്റി? ആ, അത് പിന്നെ ഒന്ന് വീണതാ. എങ്ങനെ വീഴാതിരിക്കും, ബോധം ഉണ്ടായാലല്ലേ. ദേ ഗോപിയേട്ടാ, രാവിലെ തന്നെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ പോകുന്നുണ്ടോ? ആ, നിന്റെ വായിലിരിക്കുന്നത് ഇനി എന്താ ഞാൻ കേൾക്കാനായിട്ട് ബാക്കിയുള്ളത്? അത് പറഞ്ഞ് ഗോപിയേട്ടൻ നടന്നു. ആ ഗോപിയേട്ടാ, ചോദിക്കാൻ മറന്നു, രാധികയ്ക്ക് സുഖമല്ലേ? സുഖാണ്. പിന്നെ ഗോപിയേട്ടൻ പോയിരുന്നോ അവളെ കാണാൻ? പിന്നെ പോകാതെ? ആ, ഇനി പോകുമ്പോൾ എന്നെ കൂടി വിളിക്ക്. ശരി, വിളിക്കാം. എങ്കിൽ പിന്നെ നീ പൊയ്ക്കോ, ചെന്നിട്ട് മല മറിക്കാനുള്ളതല്ലേ. അത് കേട്ട് ദേഷ്യത്തോടെ കർണൻ ഗോപിയേട്ടനെ തുറച്ചു നോക്കി. കർണന്റെ ദേഷ്യം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഗോപിയേട്ടൻ
വേഗം അവിടെ നിന്ന് നടന്നു. ചെമ്പകമനയിൽ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ആകെ ഒരു ബഹളമായിരുന്നു. അച്ചമ്മയ്ക്ക് ഈയിടെയായിട്ട് കുറച്ച് അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നല്ല ചുറുചുറുക്കോടെ തന്നെ ഓടിച്ചാടി നടക്കും. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കൂടി കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ആകെ സന്തോഷമായി. മുൻപും ഇതുപോലെ എല്ലാവരും ചെമ്പകമനയിൽ ഒത്തുകൂടൽ പതിവുള്ളതാണ്. ഇതിലൊക്കെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് രാധയായിരുന്നു. അവൾക്ക് അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. സന്തോഷങ്ങളും. കർണൻ കൂടിയില്ല എന്നുള്ളത് മാത്രമായിരുന്നു അവളുടെ ഒരേ ഒരു സങ്കടം. ഊണ് കഴിഞ്ഞ് എല്ലാവരും ഉച്ചമയക്കത്തിലായിരുന്നു. വെയിൽ താന്ന നേരം രാധ താരയുടെ സ്കൂട്ടിയും എടുത്ത് അത് ഓടിച്ചു പഠിക്കാനുള്ള പരിശീലനത്തിലായിരുന്നു. പരിശീലകൻ ഇളയ ചെറിയച്ഛൻ്റെ മകൻ കാർത്തിക്. അവൻ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് വണ്ടി അടുപ്പിച്ച് രാധ റോഡിലേക്ക് ഇറങ്ങി. ആ റോഡിൽ ആൾത്തിരക്കും വാഹനവും ഒക്കെ പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായി അവനുമായി റോഡിലേക്ക് ഇറങ്ങിയതാണ്. ആദ്യം അവൻ കൂടി പിന്നിലുണ്ടായിരുന്നു. ഒരുവിധം ഓടിക്കാൻ പഠിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് ഓടിക്കണമെന്നായി. അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയും വാങ്ങി അവളുടെ ആ പോക്ക് കണ്ടപ്പോഴേ അവന് തോന്നി ഇത് നിലത്ത് കിടക്കാൻ തന്നെ ആകുമെന്ന്. രാധയെടത്തി, മതി, നിർത്ത്, ബ്രേക്ക് പിടിക്ക്. സാരമില്ലടാ, എനിക്കിപ്പോ നല്ല ബാലൻസായി. അതും വിളിച്ച് പറഞ്ഞുകൊണ്ട് രാധ ചെന്ന് വീണത് ചെളിക്കുഴിയിലേക്കായിരുന്നു. അത് കണ്ട് കാർത്തിക് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ട് അവൻ, എൻ്റെ ഈശ്വര, വണ്ടി തവിട് പൊടിയായല്ലോ. താരേച്ചി ഇന്ന് എന്നെ കൊല്ലും. വേണ്ട വേണ്ട എന്ന് ഞാൻ അപ്പോഴേ രാധയെടുത്തിയോട് പറഞ്ഞതല്ലേ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? രാധ, എടാ ദുഷ്ട, നീ ആദ്യം ചെളി വീണ് കിടക്കുന്ന എന്നെ വന്ന് ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കടാ. വണ്ടി ചീത്തയായ നമുക്ക് ശരിയാക്കാലോ. എനിക്കെന്തെങ്കിലും പറ്റിയോ എന്നൊന്ന് നോക്കടാ. എൻ്റെ കൃഷ്ണ, എൻ്റെ കൈയും കാലും ഒക്കെ വേദനിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. രാധയെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിലും കാർത്തികിന്റെ നോട്ടം വണ്ടിയിലേക്കായിരുന്നു. എടുത്തതെന്തിനാ? അത് കേട്ട് രാധ സങ്കടത്തോടെ കർണനെ നോക്കി. കർണേട്ടാ, ഇനിയിപ്പോ പറ്റിപ്പോയില്ലേ. ഈ വണ്ടിയുമായി അങ്ങോട്ട് ചെന്ന താരേച്ചി എന്നെ കൊല്ലും. കൊല്ലട്ടെ, വേണ്ടാത്ത പണിക്ക് നിൽക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നാളെ താരേച്ചിക്ക് കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ളതാ. പ്ലീസ് കർണേട്ടാ. കർണേട്ടൻ വിചാരിച്ച ഇപ്പൊ തന്നെ ഈ വണ്ടി റെഡിയായി കിട്ടും. ആ, അതിനെ ഞാൻ മെക്കാനിക്കല്ല. കർണേട്ടൻ്റെ ആ ഫ്രണ്ട് മെക്കാനിക്കാണല്ലോ. കർണേട്ടൻ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ശരിയാക്കി തരില്ലേ? തരും, പക്ഷേ ഞാൻ പറയില്ലല്ലോ. അത് പറഞ്ഞ് കർണൻ ബുള്ളറ്റിലേക്ക് കയറി. രാധ, ഓ, ഇപ്പൊ എന്തായി? എന്താവാൻ? കർണേട്ടനെ കണ്ടത് നന്നായി. എന്ത് നന്നായെന്ന്? കർണേട്ടൻ വണ്ടി നന്നാക്കി തരികയും ചെയ്യും, ഏട്ടത്തെ കൊണ്ടുപോയി വീട്ടിലാക്കുകയും ചെയ്യും. ആഹാ, ഫസ്റ്റ് നിന്റെ കർണേട്ടനോ? നല്ല കോലത്തിൽ വന്ന എന്നെ ആ വണ്ടിയിൽ കയറ്റില്ല. പിന്നെയാ ഈ ചെളി പുരണ്ട ആ വണ്ടിയിൽ കയറ്റാൻ പോകുന്നത്. ഏട്ടത്തി വന്നേ, ഞാൻ പറയാം. ദേ കർണേട്ടാ, വലിയ ജാട കാണിക്കല്ലേ. ഞാൻ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകട്ടെ, കർണേട്ടൻ വന്ന് പറയില്ലേ? നിന്റെ അഹങ്കാരത്തിന് പറഞ്ഞുകൂടാത്തതാ. ഇനിയിപ്പോ പോട്ടെ, നീ വണ്ടിയുമായി വർക്ക്ഷോപ്പിലേക്ക് പൊയ്ക്കോ. അപ്പോ രാധയെടത്തി? ആ, അത് എന്തെങ്കിലും ചെയ്തോളാം, നീ പൊയ്ക്കോ. കാർത്തി പോയി കഴിഞ്ഞ് രാധ കർണനെ തന്നെ നോക്കി നിന്നു. എന്താ നോക്കി നിൽക്കുന്നത്? കേറ്. അത് കേട്ട് രാധ സന്തോഷത്തോടെ വന്ന് ഒരുവിധം കഷ്ടപ്പെട്ട് വണ്ടിയിലേക്ക് കയറി.